അറ്റൻഡൻസ് പറഞ്ഞേ. ആകാശ്, അഖിൽ, അമിത്, അനിരുദ്ധ്, കാർത്തിക്, ഓക്കെ, ലാദിൻ, ഷഹസാദ്, ഷഹസാദ്, അമിത് പ്രസന്റ് ആണ്. ഓക്കെ, മുബ്താസിം, 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 അസഫ്, അസഫ്, ഓക്കെ, ഫർദീൻ, സമ, Present, miss. സിയാൻ, നിഷാഗ്, നിവേദ്, പ്രത്യുഷ്, രാഹുൽ, തരുൺ, Present. സരുൺ, Present. സൗരാഗ്, സൗരവ്, ശ്രീരാഗ്, എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ശ്രീരാഗ്, വിഷ്ണു, വിഷ്ണു എൻ, ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4th മൊഡ്യൂൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കുറെ എക്സാമ്പിൾസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ്സിൽ നിന്ന് പ്രോബ്ലം ഒക്കെ ചെയ്തു. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത് അല്ലെ? ഇനി ഇതിനെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ലൈൻ ഇന്റഗ്രൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഒന്നുമില്ല, അങ്ങനെ എഴുതിയൊന്നും കണ്ടിട്ട് വിഷമിക്കേണ്ടതാ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ k1 ഇൻറ്റു സം ഫംഗ്ഷൻ പ്ലസ് k2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, k1 k2 കോൺസ്റ്റന്റ് ആണ്. k1 ഇൻറ്റു സം ഫംഗ്ഷൻ പ്ലസ് k2 ഇൻറ്റു സം ഫംഗ്ഷൻ ഇൻറ്റു dz ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കോൺസ്റ്റന്റിന് ഔട്ട് സൈഡ് എടുക്കും, സ്പ്ലിറ്റ് ചെയ്യും. k1 ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി f1 ഓഫ് z dz പ്ലസ് k2 ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി f2 ഓഫ് z dz. സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് പോലെ തന്നെ കോൺസ്റ്റന്റിന് പുറത്തെടുക്കും, പിന്നെ പ്ലസ് എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സെൻസ് റിവേഴ്സൽ എന്ന് പറയുന്നത്, അതായത് ഇന്റഗ്രൽ ഫ്രം z നോട്ട് ടു z f ഓഫ് z dz നമുക്ക് എങ്ങനെ ചെയ്യാം? ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ z ടു z നോട്ട് അല്ലെ? ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് വരും, അറിയാലോ? മൈനസ് ഇന്റഗ്രൽ ഫ്രം z ടു z നോട്ട് അല്ലെ? ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ മൈനസ് സൈൻ വരുന്നു. f ഓഫ് z z ഈക്വൽ ആയിരിക്കും. ദെൻ പാർട്ടീഷനിങ് പാത്ത്, അതായത് ഇത് മൊത്തം സി എന്നുള്ള പാത്ത് ഇതാണെങ്കിൽ അതിന് ഇവിടം വരെ C1 ഇത് C2 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മൊത്തം z നോട്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? മൊത്തം സിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് C1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് C2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യാലോ? അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡിനോട് ഈക്വൽ ആയിരിക്കും. അതായത് സി ആണ് മൊത്തം പാത്തെങ്കിൽ ആ പാത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് C1 C2 ആക്കിയാൽ C1 ഇന്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് C2 ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ലൈൻ ഇന്റഗ്രലിന്റെ കേട്ടോ. ഇനി നമ്മള് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ്. ഓക്കെ, നമ്മൾ ലൈൻ ഇന്റഗ്രലിൽ ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡിൽ ചെയ്തു. സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക അതുപോലെ ചെയ്തു. ഇനി സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പം എഫ് ഓഫ് സെഡ്, അതൊക്കെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z ബാർ ഡി സെഡ് വേർ സി ഈസ് ഗിവൺ ബൈ, അതായത് ഈ സി എന്ന് പറയുന്ന ലൈൻ ഇന്റഗ്രൽ സി എന്ന് പറഞ്ഞ കർവിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സി ആണ് നമ്മുടെ കർവ്, ആ കർവിലാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആ കർവ് എന്ന് പറയുന്നത് സി ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു 3t, y ഇസ് ഈക്വൽ ടു t സ്ക്വയർ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതിൽ ആ സി എന്ന് പറഞ്ഞ കർവിന്റെ പാരാമെട്രിക് ഫോം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സി എന്ന് പറയുന്നതിലാണ് നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതെല്ലാം ടിയിലേക്ക് മാറി, എക്സും ടിയിലേക്ക് മാറി, വൈയും ടിയിലേക്ക് മാറി. അപ്പൊ ലിമിറ്റും ടിയിലാണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ z ബാർ ഡി സെഡ് അല്ലെ? z ബാർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ z ബാറിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ടീന്റെ ഫോമിലേക്കൊക്കെ മാറ്റാം അല്ലെ? ബാക്കിയെല്ലാം ടിയിലാണ് ഉള്ളത്. അപ്പൊ z ബാറിനെ നമുക്ക് ടിയിലേക്ക് മാറ്റണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് ഇന്റഗ്രൽ. സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ സെഡിന്റെ ഫംഗ്ഷൻ നമ്മൾ ടിയിലേക്ക് മാറ്റുക, ടീന്റെ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് എന്താണോ സെഡ്, അതിന്റെ ടീന്റെ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് കാണാം, ഡി ടി കാണാം. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ.
ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലം നോക്കിയോ. നമ്മുടെ എഫ് ഓഫ് സെഡ് പറയുന്നത് എന്താ? സെഡ് ബാർ ആണ്. എഫ് ഓഫ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് ഐ വൈ ദി ഓൾ ബാർ. എക്സ് പ്ലസ് ഐ വൈ ദി ഓൾ ബാർ എന്ന് പറഞ്ഞാൽ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, എക്സ് മൈനസ് ഐ വൈ ആണ് അല്ലെ. സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണ്, അറിയാലോ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 3t തന്നിട്ടുണ്ട്, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിനും വൈക്കും നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. അപ്പൊ എല്ലാം ടിയിലേക്ക് മാറൂലേ. എക്സ് മൈനസ് ഐ വൈ ആണ് നമ്മുടെ സെഡ് ബാർ. എക്സിന് പകരം 3t കൊടുക്കുക, വൈക്ക് പകരം ടി സ്ക്വയർ കൊടുക്കുക. 3t മൈനസ് ഐ ടി സ്ക്വയർ. ഓക്കെ, സെഡ് ബാർ കിട്ടി, എല്ലാം ടിയുടെ ഫംഗ്ഷൻ ആയിട്ട് മാറി. ഇനി നമുക്ക് ഡി സെഡ് ആണ് വേണ്ടത്. ഡി സെഡ് അല്ലെ. ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആണ് അല്ലെ. ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഇവിടെ ഡി എക്സ് എന്താ? എക്സ് 3t ആണെങ്കിൽ ഡി എക്സ് എന്തായിരിക്കും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3dt എഴുതാലോ. ഡി എക്സ് ഇസ് ഈക്വൽ ടു 3dt എന്ന് എഴുതാലോ. വൈ ഈക്വൽ ടു ടി സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ഈക്വൽ ടു 2t ഇൻറ്റു ഡി ടി എന്ന് എഴുതാലോ. എടോ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം ഡി എക്സ് പ്ലസ് ഐ ഡി വൈയില് ഡി എക്സ് എങ്ങനെയാ? ആകാശുണ്ട്. എങ്ങനെ? ഞാൻ പ്രസന്റാ. ഓക്കെ ഓക്കെ ഓക്കെ. അഖിലുണ്ട്. ഓക്കെ, അറ്റൻഡൻസ് ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കിക്കോളൂ. നിങ്ങളിപ്പോ അത് പറയല്ലേ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക കേട്ടോ. മ്യൂട്ട് ചെയ്തോ. ഇപ്പൊ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ, ഡി എക്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എക്സ് 3t ആണെങ്കിൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3dt, വൈ ഈക്വൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ ഡി വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി വൈ ഈക്വൽ ടു 2t ഇൻറ്റു ഡി ടി. അപ്പൊ അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സിന് പകരം 3dt പ്ലസ് ഐ ഇൻറ്റു ഡി വൈക്ക് പകരം 2t dt അല്ലെ. ഇവിടെ ഡി ടി കോമൺ ആയതുകൊണ്ട് ഡി ടിന് പുറത്തെടുത്ത ബാക്കി എന്ത് വരും? ഇവിടെ ഒരു 3 പ്ലസ് ഇവിടെ ഐ ഇൻറ്റു 2t, അതായത് 2ti. ഇത്രയും ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ ഡി സെഡ് എന്ന് പറയുന്നത് മൊത്തം എന്തിലേക്ക് മാറി? ടിയുടെ ഫോമിലേക്ക് മാറി. അതാണ് ഡി സെഡിന് നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാം ഡി ടിയിലേക്ക് മാറി. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെ. അപ്പൊ എല്ലാ ഫംഗ്ഷനും ടിയിലേക്ക് മാറി. എല്ലാ ഫംഗ്ഷനും സെഡ് ബാർ ടിയിലേക്ക് മാറി, ഡി സെഡ് ടിയിലേക്ക് മാറി, എല്ലാം മൊത്തം ഇതിന്റെ ഉള്ളിലുള്ള എല്ലാം ടിയിലേക്ക് മാറി. അപ്പൊ ലിമിറ്റും എന്തിന്റെ കൊടുക്കാൻ പറ്റുള്ളൂ? ഇവിടെയുള്ള ഫംഗ്ഷൻ ഏതാണോ വേരിയബിള്, ആ വേരിയബിളിന്റെ അല്ലേ ലിമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ വേരിയബിളിന്റെ ലിമിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ടി വേരീസ് ഫ്രം -1 to 4. ടി -1 മുതൽ 4 വരെയാണെന്നുള്ളത്. അപ്പൊ ടി ആണ് ഇവിടെ എല്ലാ ഫംഗ്ഷനും ടിയിലേക്ക് മാറി. ടി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് മാറി. അപ്പൊ ടിയുടെ ലിമിറ്റ് നമുക്ക് -1 മുതൽ 4 വരെ കൊടുക്കാം. -1 to 4. സെഡ് ബാറിന് പകരം എന്ത് കൊടുത്തു? 3t മൈനസ് ഐ ടി സ്ക്വയർ. ഡി സെഡിന് പകരം എന്ത് കൊടുക്കും? 3 പ്ലസ് 2ti dt. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇന്റഗ്രൽ ഫ്രം -1 to 4 ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 3t ഇൻറ്റു 3 9t മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു 3 എന്തൊരു -3it² അല്ലെ. ഇനി ഈ ടേം വെച്ചിട്ട് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3t ഇൻറ്റു 2ti എന്ത് വരും? 6it². ദെൻ -it² ഇൻറ്റു 2ti എന്ത് വരും? -2t³ i². ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ എന്നുള്ളത് അതുപോലെ തന്നെ വെക്കണം. പക്ഷെ i² വരുമ്പോ നമുക്ക് അതിന്റെ വാല്യൂ -1 എന്ന് അറിയുന്നതുകൊണ്ട് അത് -1 ആക്കി കൊടുക്കണം കേട്ടോ. ഐ എന്നുള്ളത് അതുപോലെ വെക്കുക. ഇന്റഗ്രൽ ഫ്രം -1 to 4 9t എന്ത് വരും? 9t ഇതാ 3it² ഉണ്ട്, 6it -3it² ഉണ്ട്, പ്ലസ് 6it² ഉണ്ട്. എന്താകും? +3t² i ആവുമല്ലോ അല്ലേ. ഈ രണ്ട് ടേമും കമ്പൈൻ ചെയ്താല് രണ്ടും ഒരേ ടേം അല്ലേ? -3it² പ്ലസ് 6it² പ്ലസ് 3it² ആവില്ലേ? പ്ലസ് 3it², അതായത് 3t²i. എങ്ങനെ എഴുതാം? 3it² എന്ന് എഴുതാം, 3t²i എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് ആരാ? -2t³ i² ഇൻറ്റു dt. ഓക്കെ, പിന്നെ ഇവിടെ i² വാല്യൂ അല്ലെ -1 ആണെന്നുള്ളത് മറന്നുപോലെ. i² വാല്യൂ -1 ആണ്. ഓക്കെ, അപ്പൊ അത് എന്ത് വരും? 9. ഇതിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾ ചെയ്യുക. ഇവിടെ ഞാൻ
ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 9 ടി സ്ക്വയർ, ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 പ്ലസ് 3 ഇൻറ്റു ഐ കോൺസ്റ്റന്റ് ആണ്. ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ക്യൂബ് ബൈ 3 മൈനസ് 2 ഇൻറ്റു ഐ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പം ടി ക്യൂബിന്റെ ടി റേസ് ടു 4/4. ഐ സ്ക്വയർ ഇവിടെ ഡയറക്റ്റ് -1 ഇടാം കേട്ടോ. ഞാൻ അടുത്ത സ്റ്റെപ്പിലാണ് -1 ഇട്ടത്. ഐ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ -1 ഇടാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ -1 ഇട്ടത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ഇടാം. അപ്പൊ 9/2 ഇൻറ്റു ടി സ്ക്വയർ അല്ലെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി എഴുതി. 3യും 3യും കട്ടായി പോയി, ബാക്കി ടി ക്യൂബ് ഐ, പിന്നെ 2ഉം 4ഉം കട്ടായിട്ട് 1/2 മാത്രമായി. T4/2 അല്ലെ. ഇവിടെ എങ്ങനെ പ്ലസ് ആയത്? ഇവിടെ മൈനസ് ആയിരുന്നു. ഇവിടുത്തെ ഈ ഐ സ്ക്വയറിന്റെ ഒരു മൈനസും കൂടി ഉണ്ട്. രണ്ടും കൂടിയാണ് ഇവിടെ പ്ലസ് ആയത്. പിന്നെ ഈ 2ഉം 4ഉം കട്ട് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 വന്നു. ടി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് ഫ്രം -1 to 4. ഓക്കെ അല്ലേ? ഈ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ 4 പ്ലസ് ആയത്. ഈ മൈനസ് ഇവിടെ പ്ലസ് ആയത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇനി ഒന്നും സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. 9/2 ഇൻറ്റു ടിക്ക് 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ പ്ലസ് അടുത്ത ടിക്ക് 4 കൊടുക്കുമ്പോൾ 4 ക്യൂബ് ഐ പ്ലസ് ടിക്ക് 4 റേസ് ടു 4/2 മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 9/2 ഇൻറ്റു ടിക്ക് ലോവർ ലിമിറ്റ് -1 കൊടുക്കുക. അപ്പൊ -1 ദി ഹോൾ സ്ക്വയർ പ്ലസ് -1 ദി ഹോൾ ക്യൂബ് ഐ പ്ലസ് ടി റേസ് ടു 4, അതായത് -1 ദി ഹോൾ റേസ് ടു 4/2. ഓക്കെ, എല്ലാം സിംപ്ലിഫൈ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യുക. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടുക? 195 പ്ലസ് 65 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുന്നതൊന്ന് നോക്കുക കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കിട്ടിയത് 195 പ്ലസ് 65 ഐ ആണ് നമ്മുടെ ആൻസർ കിട്ടിയത്. ഈ ഒരു ലൈൻ ഇന്റഗ്രലിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി z ബാർ dz ഓവർ സി x is equal to 3t y equal to t square where -1 less than or equal to t less than or equal to 4 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്ര കിട്ടിയത്? 195 പ്ലസ് 65 ഐ ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? ഓക്കെ ആണോ? വൺസ് മോർ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z ബാർ dz where c is given by x is equal to 3t y equal to t square and where -1 less than or equal to t less than or equal to 4. നമുക്ക് ഇവിടെ ടിന്റെ ലിമിറ്റ് ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഫംഗ്ഷനോ z ബാർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ z ബാറിന് ബാക്കിയെല്ലാം എക്സിനും വൈക്കൊക്കെ ടിയിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ z ബാറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ടിന്റെ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റണം. dz-നെയും ടിയിലേക്ക് മാറ്റണം. അത്രേ ചിന്തിക്കണ്ടു. ഓക്കെ, അപ്പൊ z ബാർ എന്ന് പറഞ്ഞാൽ എന്താ? x മൈനസ് ഐ വൈ ആണ് അല്ലെ. x പ്ലസ് ഐ വൈ ആണ് z എങ്കിൽ z ബാർ എന്ന് പറഞ്ഞാൽ x മൈനസ് ഐ വൈ ആണെന്ന് അറിയാലോ, കോൺജുഗേറ്റ്. ഓക്കെ, അപ്പൊ എക്സിന് പകരം x എന്ന് പറയുന്നത് 3t ആണ് തന്നിട്ടുണ്ട്, y എന്ന് പറയുന്നത് t സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. എക്സിന് കൊടുക്കുക, എന്ത് കൊടുക്കാം? നമുക്ക് 3t എന്ന് കൊടുക്കാം അല്ലെ. z ബാർ എന്ന് പറയുന്നത് x മൈനസ് ഐ വൈ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3t മൈനസ് ഐ ഇൻറ്റു ടി സ്ക്വയർ എന്ന് കൊടുക്കാലോ. അപ്പൊ z ബാർ മൊത്തം ടിയിലേക്ക് മാറി. ഇനി dz എന്ന് പറഞ്ഞാൽ എന്താ? x എന്ന് പറയുന്നത് അത് dz ബാർ അല്ല കേട്ടോ, dz ആണ്. z x പ്ലസ് ഐ വൈ ആണെങ്കിൽ dz എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? dx പ്ലസ് ഐ ഡി വൈ ആയിരിക്കുമല്ലോ. dx പ്ലസ് ഐ ഡി വൈ. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ dx എന്താന്ന് അറിയണം. dx എന്ന് പറയുന്നത് x 3t ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ dx എന്തായിരിക്കും? ഇതിന്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു ഡി ടി ആയിരിക്കുമല്ലോ. അപ്പം dx-ന് പകരം 3 ഇൻറ്റു ഡി ടി എഴുതി. y t സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ dy വരും. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t ഇൻറ്റു ഡി ടി എന്ന് വരും അല്ലെ. അപ്പൊ ഡിവൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2t dt എന്ന് കൊടുക്കാം. ഇവിടെ dt കോമൺ ആയതുകൊണ്ട് dt ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 3 പ്ലസ് ഐ ഇൻറ്റു 2t അല്ലെങ്കിൽ 2t i എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ dz-ഉം ടിയിലേക്ക് മാറി. നമുക്ക് തന്നിട്ടുള്ള z ബാർ എന്ന് പറയുന്നതും ടിയിലേക്ക് മാറി. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി z ബാർ dz-ന് നമുക്ക് മൊത്തം മാറ്റാം. എങ്ങനെയല്ലേ? z ബാറിന് എന്ത് കൊടുക്കാം? 3t മൈനസ് ഐ ടി സ്ക്വയർ കൊടുക്കാം. dz-ന് പകരം ഈ ഒരു ടേമും കൊടുക്കാം. അപ്പൊ എല്ലാം ടിയിലേക്ക് മാറിയുമ്പോൾ അതിന്റെ ലിമിറ്റും കൊടുക്കേണ്ടത് ആരുടെ തന്നെയാ? ഇതെല്ലാം ടി എന്ന് പറയുന്ന വേരിയബിളിന്റെ അല്ലേ ഫംഗ്ഷൻ. അപ്പൊ ടിയുടെ ലിമിറ്റ് കൊടുക്കണം. ടി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, -1 മുതൽ 4 വരെ വേരി ചെയ്യുന്നത്. അപ്പൊ -1 to 4 അകത്തുള്ളത് z ബാർ dz നമുക്ക് ടിയിലേക്ക് മാറ്റിയത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാം. എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് എന്നുള്ള ഇതിലേക്ക് മാറും
അല്ലെ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 9t + 3t² i മൈനസ് 2t² i². ഈ i² വാല്യൂ -1 ആയതുകൊണ്ട് ഇവിടുന്ന് +2t³ എന്ന് ഇവിടുന്ന് തന്നെ എഴുതാം. ഓക്കെ, എന്നിട്ടാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് i² വാല്യൂ -1 എന്നുള്ളത് ഇവിടെ പ്ലസ് ആക്കിയിട്ടുള്ളത്. എങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്യാൻസൽ ആയി പോയതിനു ശേഷം ബാക്കിയുള്ള ആൻസർ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എത്ര ആൻസർ കിട്ടുന്നത്? 195 + 65 i എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ആയോ? Okay. Next. Evaluate integral from 0 to 2 plus I z bar the whole square dz along the real axis. രണ്ട് ഇതുണ്ട്. ഇത് തന്നെ നമുക്ക് രണ്ട് പാത്തിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് the real axis from 0 to 2 and then vertically to 2 to I. Then second one എന്ന് പറയുന്നത് the line 2y = x. അപ്പൊ ഈ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് രണ്ട് പാത്തിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഒരു പാത്തിലും ഇന്റഗ്രേറ്റ് ചെയ്യണം, ഈ ഒരു രീതിയിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. രണ്ട് കർവ് തന്നിട്ടുണ്ട്. പാത്ത് നമുക്ക് രണ്ട് ഈ ഒരു കർവിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഈ ഒരു കർവിൽ നമുക്ക് ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എഴുതാം. f of z എന്താ? z bar the whole square ആണ് അല്ലെ? z bar എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x - iy ആണ്. x - iy the whole square എന്ത് വരും? a - b the whole square from a² - 2ab + b² വരുമ്പോ നമുക്ക് അതിനെങ്ങനെ എഴുതാം? x² - iy² എന്ന് പറയുമ്പോൾ i² y², i²ന്റെ വാല്യൂ -1 - 1 y² - 2i × 2xy. ഇതിനെ മാറ്റി എഴുതി. റിയൽ പാർട്ട് ആദ്യം എഴുതി, ഇമാജിനറി പാർട്ട് രണ്ടാമത് എഴുതി, സാധാരണ കോംപ്ലക്സ് എഴുതുന്ന രീതിയിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, വേഗം വേഗം. എന്നാ പിന്നെ നമുക്ക് വേഗം എടുത്തു പോകാലോ. ഓക്കെ, അപ്പൊ f of z നെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ടിയും ഒന്നും തന്നിട്ടില്ല. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ടി ഒന്നും അല്ല തന്നിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇതിനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ രണ്ടാമത്തെ ആൻസർ ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്ക് ആദ്യത്തെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പറയുന്നത്. ഓക്കെ, along 2y = x, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ? 2y = x നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. 2y = x. ഓക്കെ, അപ്പൊ നമുക്കറിയാം x = 2y തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ തന്ന f of z ൽ x ന് പകരം എന്ത് കൊടുക്കാം? 2y എന്ന് കൊടുക്കാലോ. x ന് പകരം 2y എന്ന് കൊടുക്കാം. അപ്പം f of z = x ന് 2y കൊടുക്കുമ്പോൾ 2y the whole square minus y² - i × ഇവിടെ x ന് 2y കൊടുക്കാം. 2 × 2y × y. x ന് പകരം എന്ത് കൊടുക്കുക? 2y കൊടുക്കുക അല്ലെ? y ക്ക് പകരം അല്ലെങ്കിൽ x/2 എന്ന് കൊടുക്കുമ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് വരില്ല, അപ്പൊ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആയിരിക്കും. അങ്ങനെയും കൊടുക്കാം വേണമെങ്കിൽ. y ക്ക് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? x/2 എന്നും കൊടുക്കാം. പക്ഷെ അതിനും ഭേദമല്ലേ x ന് പകരം 2y എന്ന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാം. അപ്പൊ x ന് 2y എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിന് 2y whole square എന്ന് പറയുമ്പോൾ 4y² - y² ഇത് എല്ലാം കമ്പൈൻ ചെയ്താൽ എന്ത് വരും? 2 × 2 4 y × y y² × i -4y² i. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4y² - y² എന്ന് പറയുന്നത് 3y² - 4y² × i. ഓക്കെ, എന്ത് വരും? ഇതിൽ y² കോമൺ ആണ് അല്ലെ? y² പുറത്തെടുത്തു. ഇങ്ങനെ വെച്ചാലും മതി. ഞാൻ y² ഒന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിയുള്ളത് എന്താ? 3 - 4i ആണ് ബാക്കിയുള്ളത്. അപ്പൊ f of z എന്ന് പറയുന്നത് 3 - 4i × y² നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? dz കാണണം. dz എന്ന് പറഞ്ഞാൽ എന്താ? dx + i dy ആണ്. dx + i dy ആണ് അല്ലെ? അപ്പം dx എന്താന്ന് അറിയണം. നമുക്ക് തന്നിട്ടുള്ളത് എന്തേ ഉള്ളൂ? 2y = x എന്നാ തന്നിട്ടുള്ളത്. 2y = x ആണെങ്കിൽ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 dy = dx എന്ന് വരുമല്ലോ. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y = x എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2 dy = dx. ഓക്കെ, അപ്പൊ നമുക്ക് dx ന് പകരം എന്ത് കൊടുക്കാം? 2 × dy എന്ന് കൊടുക്കാം. dx ന് പകരം എന്ത് കൊടുക്കാം? 2 × dy കൊടുക്കാം + i × dy കൊടുക്കാം. എന്തുകൊണ്ട് ഇതിങ്ങനെ മാറ്റുന്നത്? നമുക്ക് ഇതിന്റെ ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല. ഇത്രേ തന്നിട്ടുള്ളൂ. ഇതില് ഇങ്ങനെയാ തന്നിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകം ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് മാറ്റിയാലേ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. z എന്ന് പറയുന്നത് x ന്റെയും y ന്റെയും ഫംഗ്ഷനാ അല്ലെ? x + iy ആ. അപ്പൊ രണ്ടിനും നമുക്ക് അങ്ങനെ ലിമിറ്റ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ dx ന് പകരം നമ്മൾ 2 dy കൊടുത്തു + i × dy. ഇവിടെ dy കോമൺ ആയപ്പോ ബാക്കി എന്തുള്ളത്? 2 + i × dy. ഓക്കെ, അപ്പൊ dz ഉം കിട്ടി. y ലേക്ക് മാറിയിട്ടുണ്ട്. z ഉം നമ്മുടെ y ലേക്ക് മാറിയിട്ടുണ്ട്, dz ഉം y ലേക്ക് മാറിയിട്ടുണ്ട്.
ഇനി നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള സിയുടെ റേഞ്ച് എന്താ? 0 മുതൽ 2+i വരെയാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. 0 മുതൽ 2+i വരെയാണ് നമ്മുടെ റേഞ്ച് അല്ലെ? അപ്പൊ അത് y എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യാൻ നമുക്കറിയണ്ടേ? 0 മുതൽ 2+i എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡേർഡ് പെയർ 0 0 to 2 1 അല്ലേ? 2+i എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഏതായിരിക്കും? 2+i എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിൽ 2ഉം y ആക്സിസിൽ i എന്ന് പറയുന്ന ഇമാജിനറി ആക്സിസ് അല്ലേ? ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? y ആക്സിസിൽ i എന്ന് പറഞ്ഞാല് 1 ആണ് മെയിൻ ചെയ്യുന്നത് അല്ലെ? അതറിയില്ലേ? y ആക്സിസിൽ i എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? 1 ആയിരിക്കും. y ആക്സിസിൽ 2i എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? 2i എന്ന് പറയുന്ന പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. y ആക്സിസിലാണ്. i എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് y-നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. i എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് അതായത് y ആക്സിസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. i എന്ന് പറയുന്നത് y ആക്സിസിലെ പോയിന്റ് ആണെന്നുള്ളത് ഓർക്കുക. y ആക്സിസിൽ i ആയതുകൊണ്ട് തന്നെ ഇത് ഏതായിരിക്കും? 0 0 മുതൽ 2 1 എന്ന് പറയുന്ന പോയിന്റ് വരെയായിരിക്കും ഇതിന്റെ ലിമിറ്റ് പോവുക. അതായത് എന്താ? എക്സ് ഫസ്റ്റ് എക്സും ഇതും എക്സും വൈയും അല്ലേ? ഇതും എക്സും വൈ ആണ് അല്ലെ? x1 y1 ഇത് x2 y2 നോക്കിയാൽ എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും? 0 മുതൽ 2 വരെ വേരി ചെയ്യുന്നുണ്ട് അല്ലെ? 0 മുതൽ 2 വരെ വേരി ചെയ്യുന്നുണ്ട്. y എന്ന് പറയുന്നത് 0 to 1 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ആരാ? നമുക്ക് ഡി സെഡ് എന്ന് പറയുന്നതും വൈയിലേക്ക് അല്ല, എഫ് ഓഫ് സെഡും വൈയിലേക്ക് മാറിയിട്ടുണ്ട്, ഡി സെഡും വൈയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരുടെ ലിമിറ്റ് മാത്രം മതി? വൈയുടെ ലിമിറ്റ് മാത്രം മതി അല്ലെ? അപ്പം ഇന്റഗ്രൽ ഫ്രം ഇതാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഫ്രം 0 to 2+i f of z dz is equal to f of z എല്ലാം മാറിയിട്ടുണ്ട്. f of z നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 3 - 4i into y² എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. dz എന്ന് പറയുന്നത് 2+i into dy എന്ന് കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എല്ലാം y എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറി. അപ്പൊ നമുക്ക് ഇവിടെ ഏത് വേരിയബിളിന്റെ ലിമിറ്റും കൊടുത്താൽ മതി? y എന്ന് പറയുന്ന വേരിയബിളിന്റെ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. y എന്ന് പറയുന്ന വേരിയബിളിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആണ്. ഇന്റഗ്രൽ ഫ്രം 0 to 1 പിന്നെ നമുക്ക് ഇവിടെ മാറ്റി എഴുതിയത്. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം? 3 - 4i കോൺസ്റ്റന്റ് ആണ്, 2+i കോൺസ്റ്റന്റ് ആണ്. പുറത്തേക്ക് എടുത്തു. 3 - 4i into 2+i into ഇന്റഗ്രൽ ഫ്രം 0 to 1. ബാക്കി ഇൻസൈഡ് ഉള്ളത് y² dy മാത്രമാണ് അല്ലെ? 3 - 4i into 2+i into y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³ 3 ഇന്റഗ്രൽ ഫ്രം 0 to 1. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 3 - 4i into 2+i ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു. 3 into 2 6 പ്ലസ് 3 into i 3i മൈനസ് 4i into 2 -8i മൈനസ് 4i into i എന്ത് വരും? -4i into i എന്ന് പറയുമ്പോൾ -4i² വരും. i² വാല്യൂ -1 ആണ്. അപ്പൊ -4 into -1 അതായത് +4 എന്ന് വരും. ഡിവൈഡഡ് ബൈ y³ 3. ഇതിന് നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 - 0 എന്നല്ലേ വരിക? അതായത് into 1/3. ആ 3 ഞാൻ ഡിനോമിനേറ്ററിലേക്ക് ഇട്ടിട്ടുണ്ട്. into 1/3 എന്ന് വരും. ആ 3 ഡിനോമിനേറ്ററിലേക്ക് പോയി. എന്ത് വരും? 6 + 4 10 3i - 8i equal to -5i. 10 - 5i ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ് അല്ലെ? ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the real axis from 0 to 2 and then vertically to 2 to 2+i. ഓക്കെ, ദ റിയൽ അതായത് ഈ ഒരു ഇന്റഗ്രേഷൻ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? ദ റിയൽ ആക്സിസ് ഫ്രം റിയൽ ആക്സിസിൽ 0 മുതൽ 2 വരെയും ആൻഡ് ദെൻ ഫ്രം vertically to 2+i. റിയൽ ആക്സിസിൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 0 മുതൽ 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം വെർട്ടിക്കൽ ആയിട്ട് 2+i എന്ന് പറയുന്ന പോയിന്റ് വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, the real axis from 0 to 2 and then vertically to 2+i. ഓക്കെ, അപ്പൊ ഏകദേശം ഈ ഗ്രാഫ് വരുന്നത് ഇതുപോലെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 0 0 എന്ന് പറയുന്ന പോയിന്റ്, ദെൻ 0 to 2 എന്ന് പറയുന്നത് ഈ 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരെ അല്ലെ? 0 to 2 എന്ന് പറയുന്ന പോയിന്റ് 2 വരെ. ദെൻ 2 വരെ മാത്രം പോരാ, നമുക്ക് ഈ ഒരു കർവ് മാത്രമല്ല നമ്മുടെ ലൈന്, ഈ ഒരു ലൈനിന് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദെൻ അവിടുന്ന് ദെൻ വെർട്ടിക്കലി ടു 2+i, എന്നിട്ട് വെർട്ടിക്കൽ വരെ 2+i എന്ന് പറയുന്നത് 2 1 എന്ന് പറയുന്ന പോയിന്റ് അല്ലെ? 2 1 എന്ന് പറയുന്ന പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിൽ, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി, ദെൻ വെർട്ടിക്കലി 2 1 എന്ന് പറയുന്ന പോയിന്റ് വരെ. ഇതായിരിക്കും നമ്മുടെ ഒരു ഗ്രാഫ്. ഇതിന്റെ കർവ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ കർവിലാണ് നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ?
ഓക്കെ. അപ്പം ആദ്യം അതിന്റെ കേർവ്, അതിന്റെ പാത്ത് എങ്ങനെയാന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ദ റിയൽ ആക്സിസ് ഫ്രം 0 to 2. റിയൽ ആക്സിസിൽ 0 മുതൽ 2 വരെ, ആൻഡ് ദെൻ വെർട്ടിക്കലി ടു 2+i. 2+i എന്ന് പറയുന്ന പോയിന്റ് ഇതാ വരിക, 2ഉം 1ഉം. എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 1ഉം. ഐ എന്ന് പറയുന്നത് വൈ ആക്സിസിന്റെ പോയിന്റ് ആണ്. അപ്പൊ 2, 1 എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഇതായിരിക്കും നമ്മുടെ പാത്ത്. ഇതിലാണ് നമുക്ക് അതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് പാത്താണ് ഇവിടെ ഉള്ളത്. ഓ ഇവിടെ ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഒറിജിന് ഞാൻ ഓ എന്ന് നെയിം കൊടുത്തു. ദെൻ ഈ ഒരു പോയിന്റിന് എ എന്ന് ഡിനോട്ട് ചെയ്തു. ദെൻ 2, 1 എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ കാണണം? ഒ എ ബി എന്ന് പറയുന്ന ഇത്രയും പാത്തിൽ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ ഈ പാത്തിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ ഒ എ വരെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തു, പ്ലസ് എ ബി ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഈ ഒരു പാത്ത് പോകുന്നത് ഇങ്ങനെയാ പോകുന്നത്, ഒ എ ബി. അതായത് ഈ ഒരു പാത്തിൽ മുഴുവൻ എനിക്ക് ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? ആദ്യം എനിക്ക് ഒ എ വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു വാല്യൂവിനോട് എ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ചെയ്താൽ പോരെ. അല്ലടോ? എങ്ങനെയാ? മനസ്സിലായിട്ടില്ല? പറഞ്ഞത് മനസ്സിലായിട്ടില്ല? ഓക്കെ. അതായത് ഈ ഒരു മുഴുവൻ പാത്തിലും ഇവിടുന്ന് ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റ്, ഈ ഒ എ എന്ന് പറയുന്ന ലൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് എ ബി എന്ന് പറയുന്ന ലൈനിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ ഈ ഒരു ഫംഗ്ഷനെ. അപ്പൊ നമുക്ക് ഒ എ എന്ന് പറയുന്ന ഇവിടെ മുതൽ ഇവിടെ വരെ ആ ഒരു വാല്യൂ എന്തായിരിക്കും നോക്കാം. ആ വാല്യൂ പ്ലസ് എ ബി എന്ന് പറയുന്ന ലൈനിലുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ ടോട്ടൽ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ പാത്തിലുള്ള അതിന്റെ കർവിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് വാല്യൂ അതായിരിക്കും. ഓക്കെ. സ്പ്ലിറ്റ് ചെയ്തു ഞാൻ, ആ പാത്തിനെ സ്പ്ലിറ്റ് ചെയ്തു, 2 പാത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ. അപ്പം എലോങ് ഒ എ എന്ന് പറയുന്ന ലൈനിൽ നമുക്ക് അത് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് നോക്കാം. ഒ എ എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് 0, 0 ആണ് ഒ എന്ന് പറയുന്ന പോയിന്റ്, 2, 0 ആണ് എ എന്ന് പറയുന്ന പോയിന്റ്. അതിൽ നിങ്ങൾ നോക്ക്, ഈ ഒ എ എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് 0 മുതൽ 2 വരെ വേരി ചെയ്യുന്നുണ്ട്. വൈക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? വൈ 0 മുതൽ 0 തന്നെ ഇരിക്കുക. വൈക്ക് മാറ്റമൊന്നും വരുന്നില്ല. വൈ എങ്ങോട്ടെങ്കിലും ഉയരുന്നൊന്നും ഇല്ലല്ലോ. വൈ എവിടെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് 0യിൽ തന്നെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? വൈക്ക് മാറ്റം വരുന്നുണ്ടോ? 0, 0 to 2, 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസില് എക്സ് 0 മുതൽ 2 വരെ പോകുന്നുണ്ട്. വൈ 0 മുതൽ 0 വരെ വൈ ഒന്നും മാറ്റം സംഭവിക്കുന്നില്ല. വൈ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, റിമൈൻ ചെയ്യുന്നത്, അല്ലേ? വൈ റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലേ ഇവിടെ? അല്ലടോ, എക്സ് 0 മുതൽ 2 വരെ വേരി ചെയ്യുന്നുണ്ട്. വൈ എന്ന് പറയുന്നത് 0 to 0 എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു 0 കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. വൈ 0 ആണെങ്കിൽ ഡി വൈ എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലോ. ഓക്കെ. ഡി വൈ 0 ആണെങ്കിൽ നമുക്ക് ഡി സെഡിനെ എങ്ങനെ എഴുതാം? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് എഴുതാം, അല്ലെ? ഡി സെഡ് നമുക്ക് ഇവിടെ വേണമല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ സെഡ് ബാർ ദി ഹോൾ സ്ക്വയർ ഉണ്ട്, ഡി സെഡ് ഉണ്ട്. അപ്പൊ ഡി സെഡിന്റെയും സെഡ് ബാർ ഹോൾ സ്ക്വയറിനൊക്കെ നമുക്ക് എക്സിന്റെയും വൈന്റെയും ടേമിലേക്ക് മാറ്റി എഴുതണം, അല്ലെ? ഒരു വേരിയബിളിലാക്കി മാറ്റി എഴുതണം. അപ്പൊ അതിനു വേണ്ടി ഡി സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആണ്. അപ്പൊ ഡി വൈ 0 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു 0 എന്ന് എഴുതാലോ, വിച്ച് ഇംപ്ലൈസ് ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് ഐ. dz equal to dxi, I into 0, 0. Then dz is equal to dx. ഓക്കെ. ദെൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് ബാർ ദി ഹോൾ സ്ക്വയർ ആയിരുന്നു, അല്ലെ? സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. അത് നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു 2xy. നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതി വെക്കുക. എക്സ് മൈനസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ ചെയ്യുക, എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു തന്നെ, തൊട്ട് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് തന്നെ ചെയ്യുക. ഇതുപോലെ ചെയ്തു നോക്കാം. ഓക്കെ. Okay. F of z is equal to z bar the whole square, which is equal to x square minus y square minus I into 2xy. ഇവിടെ നമുക്ക് അറിയാം y-യുടെ വാല്യൂ 0 ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈക്ക് 0 കൊടുക്കാം, മൈനസ് ഐ ഇൻറ്റു ഇവിടെ വൈക്ക് 0 കൊടുക്കാം. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായി മാറി? എക്സ് സ്ക്വയർ ആയിട്ട് മാറി. ഓക്കെ ആണോ? ഓക്കെ ആണോ?
സമ പോയി ഉണ്ട്, സമയമുണ്ട് അല്ലെ. സിയാൻ ഉണ്ട്, പ്രത്യക്ഷ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ വൈക്ക് സീറോ, നമ്മൾ വൈക്ക് സീറോ ആയതുകൊണ്ടാണ് നമുക്ക് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയത്. ഇനി ഇന്റഗ്രൽ ഓവർ ഒ എ, നമ്മൾ ഒ എ എന്ന് പറയുന്ന അതാ ഈ ഒരു ടേമിൽ ഇവിടെയാണ് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഒ എ എന്ന് പറയുന്ന ലൈനില് ഇന്റഗ്രൽ ഓവർ ഒ എ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് എന്തായി മാറി? ഇന്റഗ്രൽ ഫ്രം എഫ് ഓഫ് സെഡ് എന്തായി മാറി? എക്സ് സ്ക്വയർ ആയിട്ട് മാറി. ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് വൈ. അപ്പം ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ആയി അല്ലെ. എഫ് ഓഫ് സെഡ് എന്തായി? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്? എക്സ് സ്ക്വയർ ആയി. ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് വൈ. ഓക്കെ, അപ്പൊ എല്ലാം എക്സിന്റെ ടേമിലേക്ക് മാറിയിട്ടുണ്ട്. ഇതെല്ലാം എക്സിന്റെ വേരിയബിളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ആണ് ഇനി നമുക്ക് കൊടുക്കേണ്ടത്. എക്സിന്റെ ലിമിറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ മുതൽ എക്സ് വേരി ചെയ്യുന്നത്? 0 മുതൽ 2 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2 എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യാലോ. എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 2. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് ബൈ 3 മൈനസ് 0, അതായത് 8 by 3. എലോങ് ഒ എ എന്ന് പറയുന്ന ലൈനിൽ നമ്മുടെ ഇന്റഗ്രേഷൻ, നമ്മുടെ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ എത്രയാണ് കിട്ടിയത്? 8 by 3 കിട്ടി. ഇത്ര ഓക്കെയാണോ? ഇനി അടുത്ത പോയിന്റ്, അടുത്ത ലൈൻ ഏതാ? നമുക്ക് എ മുതൽ ബി വരെ, എ ബി എന്ന് പറയുന്ന ലൈനിൽ ഇതേ ഫംഗ്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. എ ബി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നോക്കിയേ, എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? എക്സ് 2 മുതൽ 2 വരെയാണ് വേരി ചെയ്യുന്നത്. വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല. എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, എക്സിന് മാറ്റമൊന്നും പറ്റുന്നില്ല. എക്സ് അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലെ. എക്സ് 2 മുതൽ 2 വരെ എക്സ് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ വൈ അവിടെ വേരി ചെയ്യുന്നുണ്ട്. വൈ 0 മുതൽ 2 വരെ, 0 മുതൽ 1 വരെ പോകുന്നുണ്ട് അല്ലെ. y varies from 0 to 1. x remains constant and y varies from 0 to 1. y 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് 2 ആണ് തന്നിട്ടുണ്ട് അല്ലെ. എക്സ് എത്രയാണ്? എക്സിന്റെ വാല്യൂ 2 ആണ്. 2 ആയിട്ട് തന്നെ നിൽക്കുന്നത്, 0 അല്ല കേട്ടോ. എക്സ് 2 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 2 എക്സ് ഇസ് ഈക്വൽ ടു 2 കോൺസ്റ്റന്റ്. അപ്പം എക്സ് 2 കോൺസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ ഡി എക്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. വൈ വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ. ഇപ്പൊ നമ്മൾ കണ്ടല്ലേ, വൈ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡി എക്സ് എന്താന്ന് എഴുതാം? ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആണ്. ഡി എക്സ് നമുക്ക് തന്നിട്ട് കിട്ടിയിട്ടുണ്ട് 0 പ്ലസ് ഐ ഇൻറ്റു ഡി വൈ. അപ്പൊ എന്ത് എഴുതാം? ഡി സെഡ് ഈക്വൽ ടു ഐ ഡി വൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എഫ് ഓഫ് സെഡ് എന്തായിരുന്നു? ഇതന്നെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ അല്ലെ. സെഡ് ബാർ ദി ഹോൾ സ്ക്വയർ ആണ്. സെഡ് ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു 2 എക്സ് വൈ. അപ്പൊ ഇവിടെ നമുക്ക് ചേഞ്ചസ് വരും. എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. നേരത്തെ 0 ആണ്, ഇപ്പത്തെ 2 ആണ്, മാറിപ്പോയത്. എക്സ് 2 ആണ് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സിന് 2 കൊടുക്കുക. 2 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു 2 ഇൻറ്റു എക്സിന് 2 കൊടുത്തു, 2 ഇൻറ്റു വൈ. ഓക്കെ, which is equal to 4 minus y square minus 4iy അല്ലെങ്കിൽ i into 4y. ഇതായിരിക്കും നമ്മുടെ എഫ് ഓഫ് സെഡ് കിട്ടിയത്. അപ്പം എഫ് ഓഫ് സെഡും വൈയിലേക്ക് മാറി, ഡി സെഡും വൈയിലേക്ക് മാറി. അപ്പം ഇന്റഗ്രൽ ഫ്രം എ ബി എഫ് ഓഫ് സെഡ് ഡി സെഡിന് നമ്മൾ മൊത്തം എഫ് ഓഫ് സെഡിന് എന്ത് കൊടുത്തു? ഈ ഒരു ടേം കൊടുത്തു അല്ലെ. 4 മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു 4y. ഡി സെഡിന് എന്ത് കൊടുത്തു? ഡി സെഡിന് പകരം എന്ത് കൊടുത്തു? ഐ ഇൻറ്റു ഡി വൈ കൊടുത്തു. ഐ ഇൻറ്റു ഡി വൈ എല്ലാം വൈയിലേക്ക് മാറി. അപ്പൊ വൈയുടെ ലിമിറ്റ്, വൈ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? 0 മുതൽ 1 വരെ. വൈയുടെ ലിമിറ്റ് കൊടുത്തു 0 മുതൽ 1 വരെ. ഇനി എന്താ ചെയ്യാനുള്ളൂ? ജസ്റ്റ് ഒന്ന് ഈ ഐനെ ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം, ഒന്ന് ഇന്റഗ്രേഷൻ ചെയ്യാം അല്ലെ. ഐനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y മൈനസ് വൈ സ്ക്വയർ ഐ മൈനസ് ഐ സ്ക്വയർ ഐ ഇൻറ്റു ഐ സ്ക്വയർ 4y. ഐ സ്ക്വയർ എന്താവും? -1 ആണ് അല്ലെ. അപ്പൊ 4i മൈനസ് വൈ സ്ക്വയർ ഐ സ്ക്വയറിന് മാത്രമേ നമ്മൾ -1 എഴുതാൻ പാടുള്ളൂ. ഐ എല്ലാ ടേമിന് അതുപോലെ തന്നെ വെക്കാൻ മറന്നുപോലെ. മൈനസ് വൈ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് 4y ഇൻറ്റു ഡി വൈ. ജസ്റ്റ് എന്ത് ചെയ്യാ? ഇന്റഗ്രേഷൻ ചെയ്യാം അല്ലെ. 4iന്റെ ഇന്റഗ്രേഷൻ 4i dy എന്ന് പറയുന്നത് 4iy മൈനസ് വൈ സ്ക്വയർ ഐയുടെ എന്ത് വരും? വൈനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈ സ്ക്വയറിന് വൈ ക്യൂബ് ബൈ 3 ഇൻറ്റു ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പ്ലസ് 4 ഇൻറ്റു വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കാം, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. 4i ഇൻറ്റു വൈക്ക് 1 കൊടുത്തു. 4i മൈനസ് എന്ത് വരും? വൈ ക്യൂബ് ബൈ 3 1 ക്യൂബ് ബൈ 3 1 by 3 i
പ്ലസ് 2 ഇൻറ്റു വൈ സ്ക്വയർ 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുന്നത് 2 മൈനസ് 0 കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോകും അല്ലെ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ല സോറി ഒന്ന് ഓർഡർ ചെയ്യാം. 4i മൈനസ് 1/3i എന്ന് പറയുന്നത് 11/3i. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 11/3i കിട്ടും പ്ലസ് 2. 11/3i പ്ലസ് 2 ആണ് എ ബി എന്ന് പറയുന്ന ലൈനില് നമ്മുടെ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ കിട്ടിയത് എത്രയാ? 11/3i പ്ലസ് 2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ഓക്കെ. അപ്പൊ ടോട്ടൽ നമുക്ക് കാണേണ്ടത് എവിടുന്നാ? ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ ഒ എ ബി എന്ന് പറയുന്ന ഈ ഒ എ ബി എന്ന് പറയുന്നതിലായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടുവച്ചത് ഒ എ കണ്ടുവച്ചിട്ടുണ്ട്, എ ബിയും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഒ എ ബി എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ഒ എ പ്ലസ് എ ബി ആയിരിക്കൂലേ? ഒ എയിലുള്ള വാല്യൂ പ്ലസ് എ ബിയിലുള്ള വാല്യൂ അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഒ എ ബിയിലെ വാല്യൂ കിട്ടൂലേ? അല്ലേ? അല്ലടോ അല്ലടോ. ഓക്കെ. അപ്പൊ ഇന്റഗ്രൽ ഫ്രം ഒ എ ബി, ആ ഒ എ ബി എന്ന് പറയുന്ന ഇത്രയും ലെങ്ത് ഉള്ളത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ഫ്രം ഒ എ എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഫ്രം എ ബി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇന്റഗ്രൽ ഓവർ ഒ എ എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഓവർ എ ബി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഫ്രം ഇന്റഗ്രൽ ഓവർ ഒ എ എഫ് ഓഫ് സെഡ് ഡി സെഡ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത് ഇന്റഗ്രൽ ഫ്രം ഒ എയില് നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? 8/3. അത് 8/3 പ്ലസ് എ ബിയിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 11/3i പ്ലസ് 2. 11/3i പ്ലസ് 2 രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. 8/3 പ്ലസ് 2 കമ്പൈൻ ചെയ്യുമ്പോൾ 14/3 പ്ലസ് 11/3i അല്ലെങ്കിൽ 14 പ്ലസ് 11/3i എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാ? ഒരു വേരിയബിളിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ടിയിലേക്കാണ് തന്നിട്ടുള്ളതെങ്കിൽ ടിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് തന്ന പാത്ത് അനുസരിച്ച് ഏതെങ്കിലും ഒരു എക്സിലേക്കോ വൈയിലേക്കോ മാറ്റി അതിന്റെ ലിമിറ്റ് നോക്കിയിട്ട് അതിനെ മാറ്റുക. ഡി സെഡിനെ മാറ്റണം, എഫ് ഓഫ് സെഡ് തന്നിരിക്കുന്ന എഫ് ഓഫ് സെഡിനെ കൺവേർട്ട് ചെയ്ത് അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം പറയാനുള്ള ടൈം ഇല്ല. ഓക്കെ, എന്നാലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ ഡി സെഡ് വേർ സി ഈസ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 0, 1, i ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, ഒന്ന് ഹോംവർക്ക് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, എന്തായാലും നാളെ പറയാം. ഓക്കെ അല്ലേ?